വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് കുറുവാദ്വീപ് സുരക്ഷാ ജീവനക്കാരൻ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാണ്. വന്യമൃഗശല്യത്തിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫും യുഡിഎഫും ബിജെപിയും ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുകയാണ്. താമരശ്ശേരി ചുരം കവാടത്തിൽ റോഡിൽ കുത്തിയിരുന്നുള്ള യുഡിഎഫ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. ചുരം വഴിയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. സാനിയോ മനോമിയാണ് വിവരങ്ങളുമായുള്ളത്. സാനിയോ, ഒരുപക്ഷെ ഇങ്ങനെ ആദ്യമായിരിക്കും എല്ലാ പാർട്ടികളും ഒരുമിച്ചൊരു ഹർത്താൽ. ബിജെപിയും കോൺഗ്രസും വ്യത്യസ്തമായിട്ടാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, എന്നാലും ഒറ്റ ദിവസം തന്നെ അങ്ങനെ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണുന്നത്. സാനിയോ, എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? ഹർത്താൽ രാവിലെ തന്നെ തുടങ്ങി, ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു ഹർത്താൽ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, ഈ ഹർത്താൽ അങ്ങനെയാണ്. ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു സമരം എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. കാരണം നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 5 മാസത്തിനിടെ 6 പേരെ അടക്കം ആന ചവിട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു പ്രതിഷേധം വയനാട് ജില്ലയിൽ മൊത്തത്തിൽ നടക്കുന്നത്. എൽഡിഎഫും യുഡിഎഫും ബിജെപിയും വ്യത്യസ്തമായാണ് സമരം ആഹ്വാനം ചെയ്തതെങ്കിലും സ്തംഭിച്ചിരിക്കുകയാണ് വയനാട് ജില്ല. ഇപ്പോൾ വലിയ റോഡ് ബ്ലോക്ക് അടക്കം ഇവിടെ ഉണ്ട്. ഈ ബ്ലോക്ക് കടന്ന് ഇപ്പോൾ ആംബുലൻസ്, മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോയി കഴിഞ്ഞു. യുഡിഎഫ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ റോഡ് ഉപരോധം, 7 മണിക്ക് മുൻപ് തന്നെ റോഡ് ഉപരോധം തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 9:30 വരെ റോഡ് ഉപരോധിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത പ്രതിഷേധ പരിപാടികൾ എന്നാണ് യുഡിഎഫ് പ്രവർത്തകർ പറയുന്നത്. ഇവിടെ അവരുണ്ട്, അവരോട് തന്നെ സംസാരിക്കാം. വലിയ എന്ന നിലക്ക് ഈ ഭരണ സംവിധാനത്തെ പരിപൂർണമായി നോക്കുകുത്തിയാക്കുക വലിയ സമരമാണ് നടക്കുന്നത്. ഇതിപ്പം 3 മുന്നണികളും ഒരുമിച്ച് തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് വയനാട്ടിന്റെ അകത്ത് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാടും നാടും വേർപെടുത്തുന്നതിന് ആവശ്യമായ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുക, അടിയന്തരമായി അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ആദ്യം മൃതദേഹം റോഡിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ പറഞ്ഞിരുന്നു. മൃതദേഹം ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട്. മൃതദേഹം നമ്മൾ ഈ വൈകിയ വേളയിൽ ആ മൃതദേഹത്തോട് അത്തരത്തിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മൃതദേഹം ഇതിലെ നമ്മൾ കടത്തിവിട്ടത്. നമ്മളിപ്പോഴും OR കേളു MLA തടയും എന്ന തരത്തിലും ഒരു MLA ഇതിൽ കടന്നു പോയോ? അല്ലെങ്കിൽ MLA കടന്നുപോയാൽ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് MLAയും ഏത് മന്ത്രി പോയാലും ആ മന്ത്രിക്കെതിരെ അതിശക്തമായ ജനകീയ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. കാരണം ഈ സമരം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. എത്ര മണി വരെയാണ് റോഡ് ഉപരോധം? ഞങ്ങളുടെ സമയം വൈകുന്നേരം 6 മണി വരെയാണ്. 6 മണി വരെ റോഡ് ഉപരോധിക്കുമോ? 6 മണി വരെ തടയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ വാഹന ഗതാഗത കുരുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ വിടുമോ? എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് ബന്ധപ്പെട്ട ആൾക്കാരുമായി ആലോചിച്ചുകൊണ്ട് സമയാനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ബിജെപിയും അതുപോലെ തന്നെ LDFും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാടകം മാത്രമാണ്. ഇവിടെ ജനങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇടപെടുന്നത് UDF മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ശക്തമായ പ്രതിഷേധം. അതായത് 6 മണി വരെയും ഇവർ ഇങ്ങനെ റോഡ് തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അധികൃതരുമായി സംസാരിച്ച ശേഷം, സ്വാഭാവികമായും ടി സിദ്ദീഖ് MLA അടക്കമുള്ള ആളുകളുമായി സംസാരിച്ച ശേഷമായിരിക്കും എങ്ങനെ വേണം സമരമെന്ന് പ്ലാൻ ചെയ്യുകയുള്ളൂ. ഏതായാലും വലിയ നീണ്ട ക്യൂ ആണിപ്പോൾ. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് 2 വഴിയിൽ നിന്നും. അതായത് വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്കും കോഴിക്കോടിൽ നിന്ന് വയനാട്ടിലേക്കുമുള്ള നീണ്ട നിരയാണ് കാണുന്നത്. പല വാഹനങ്ങളും തടഞ്ഞുകൊണ്ട്, അതായത് വരി തെറ്റിച്ചു വരുന്ന വാഹനങ്ങൾ തടയുകയും മറ്റും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും വലിയ സമരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോൾ പലതരത്തിലുള്ള മാർച്ചുകൾ പലയിടങ്ങളിലായി, പുൽപ്പള്ളിയിലടക്കം വ്യത്യസ്തമായ മാർച്ചുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അല്പസമയത്തിനകം തന്നെ നടക്കും. സാനിയോ മനോമിയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. നമുക്ക് സാനിയോയിലേക്ക് തിരികെ എത്താം. കൂടുതൽ വിവരങ്ങൾക്കായി വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ 20 ദിവസത്തിനിടെ 3 ആഴ്ചയ്ക്കിടെ 3 പേരുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നു. കാട്ടാനകൾ നാട്ടിലിറങ്ങി ഭീതി വിതയ്ക്കുന്ന കാഴ്ച അത് വയനാട്ടിൽ മാത്രമല്ല മറ്റിടങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വയനാട് സാധാരണഗതിയിൽ ഹർത്താലിൽ വാഹനങ്ങൾ അധികം ഇറങ്ങാറില്ല. ഇവിടെ നമ്മളൊരു വലിയ നീണ്ട ക്യൂ ആണ് കാണുന്നത്. അതായത് പെട്ടെന്ന് ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. മാത്രമല്ല അന്തർ സംസ്ഥാന വാഹനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കർണാടകത്തിലേക്കൊക്കെ പോകാനുള്ള വാഹനങ്ങളുണ്ടല്ലോ. അത് നോക്കൂ, ഒരു വലിയ നിര. യാത്രക്കാരുടെ ഒരു ബുദ്ധിമുട്ട് കൂടി നമ്മൾ കണ്ടുപോകണം. പക്ഷെ അത് കടത്തി വിടുമായിരിക്കും അല്ലേ? അത് 9:30 വരെയാണ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ആളുകൾ കാത്തിരിക്കുന്നത്. അതല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ. കാത്തിരിക്കലല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം തിരിച്ചു പോകാനും കഴിയില്ല. കാരണം വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു.